വെങ്കി അറ്റ്ലൂരി രചനയും സംവിധാനവും നിർവഹിച്ച് 2024 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ തെലുങ്ക് ഭാഷാ കാലഘട്ടത്തിലെ ക്രൈം ഡ്രാമ ചിത്രമാണ് ലക്കി ഭാസ്കർ. സിത്താര എൻ്റർടൈൻമെൻറ്റ്സ്, ഫോർച്യൂൺ ഫോർ സിനിമ, ശ്രീകര സ്റ്റുഡിയോസ് എന്നിവയുടെ ബാനറിൽ എസ് നാഗവംശിയും സായി സൗജന്യയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ദുൽഖർ സൽമാൻ ടൈറ്റിൽ റോളിൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ മീനാക്ഷി ചൗധരി, ആയിഷ ഖാൻ, ഹൈപ്പർ ആദി, പി സായ് കുമാർ എന്നിവരും അഭിനയിക്കുന്നു. 1980കളുടെ പശ്ചാത്തലത്തിൽ ഈ ചിത്രം ടൈറ്റിൽ ബാങ്കറുടെ നിഗൂഢമായ സമ്പത്തിനെ പിന്തുടരുന്നു. അപ്പോൾ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി ഒട്ടും ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറിയിലോട്ട് പോകാം. ദുൽഖർ സൽമാൻ നായകനായതിനാൽ ലേറ്റസ്റ്റായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലക്കി ഭാസ്കർ. വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മീനാക്ഷി ചൗധരിയാണ് നായിക. ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തായിരുന്നു. ചിത്രം എല്ലാ ഹൈപ്പിനും അനുസരിച്ചാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഭാസ്കർ തൻ്റെ കഥ പ്രേക്ഷകരായ നമ്മോട് പറയുന്നിടത്താണ് ചിത്രം ആരംഭിക്കുന്നത്. 1989-92 ബോംബെയിലെ താഴ്ന്ന മധ്യവർഗ പ്രദേശത്തെ ബംഗ്ലാൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ പുനർനിർമ്മിക്കുന്നു. നിമിഷ് രവിയുടെ ക്യാമറ വീടുകളുടെ ചാരനിറത്തിലുള്ള ചുവരുകൾക്കിടയിലൂടെയും ഇടുങ്ങിയതും തിരക്കേറിയതുമായ പാതകളിലൂടെയും പാഞ്ഞെടുക്കുന്നു. സിനിമയുടെ ആദ്യ മണിക്കൂർ നമുക്ക് പരിചിതമായ വരികളിലൂടെയാണ് നീങ്ങുന്നത്. ഭാര്യയെയും മകനെയും 2 സഹോദരങ്ങളെയും രോഗിയായ പിതാവിനെയും താങ്ങി നിർത്തേണ്ട ഭാസ്കർ കഷ്ടപ്പെട്ടാണ് നയിക്കുന്നത്. അയാൾക്ക് എന്നേക്കുമായി കടബാധ്യതകളുണ്ട്. 3 പ്ലേറ്റ് വടാപ്പാവ് വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഭാസ്കറിൻ്റേത്. കഥ കൂടുതൽ വഷളാകുന്നത് ഒരു പണമിടപാടുകാരൻ്റെ ക്രോധം ഭാസ്കറിന് നേരിടേണ്ടി വരുമ്പോഴും അവൻ്റെ കുടുംബം അപമാനിക്കപ്പെടുമ്പോഴുമാണ്. ചുരുക്കത്തിൽ കാര്യങ്ങൾ മോശത്തിൽ നിന്ന് വഷളാകുന്നു. പെട്ടെന്ന് പണമുണ്ടാക്കാൻ ഭാസ്കർ തയ്യാറാകുമെന്ന് ഊഹിക്കാൻ എളുപ്പമാണ്. ഈ ഭാഗങ്ങളിൽ ബാങ്കിലെ ഭാസ്കറിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന രീതികൾ എല്ലാവർക്കും എളുപ്പം മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ വിശദാംശങ്ങളും വ്യക്തമാക്കുന്നത്. റിലേഷൻഷിപ്പ് ഡ്രാമ ഒരേ സമയം ചുരുളഴിയുന്നു. ഭാസ്കറിനെയും സുമതി എന്ന ക്യാരക്ടറാണ് മീനാക്ഷി ചൗധരി അവതരിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം ഇവരെ കാണുമ്പോൾ അവർ പരസ്പരം തന്നെ ഒന്നായി കഴിഞ്ഞിരുന്നു. കഷ്ടപ്പാടിൻ്റെ സമയങ്ങളിൽ പരസ്പരം തോളിലേറ്റി. അവരുടെ പ്രണയത്തിൻ്റെയും കുടുംബ വഴക്കുകളുടെയും ഉത്ഭവം ഒരു പാട്ടിൽ തമാശയായി വെളിപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യകതയില്ല. കുടുംബത്തിൻ്റെ ചില കഥാപാത്രങ്ങൾ പ്രതീക്ഷ സ്വഭാവമാണെങ്കിലും ചില കഥാപാത്രങ്ങൾ തന്നിൽ തന്നെ സൂക്ഷിക്കുന്ന അച്ഛനും തൻ്റെ സമ്മർദ്ദ ഘടകങ്ങളും തൻ്റെ ബുദ്ധിയും പങ്കിടുന്ന 6 വയസ്സുള്ള മകനെയും കുറിച്ച് ആശ്ചര്യങ്ങൾ സൂക്ഷിക്കുന്നു. 1989-1992 ക്രമീകരണം ഹർഷത് മേത്തയെ പോലെയുള്ള ഒരു കഥാപാത്രത്തിലൂടെ ഓഹരി വിപണിയിലെ കൃത്രിമത്വത്തെയും കള്ളപ്പണം വെളുപ്പിക്കലിനെയും കുറിച്ചുള്ള പരാമർശങ്ങൾ കൊണ്ടുവരുന്നു. കൂടാതെ ഒരു ട്രേഡിംഗ് അഴിമതിയുടെ സ്വന്തം പതിപ്പ് അവതരിപ്പിക്കാൻ അറ്റ്ലൂരി ഈ സർഗാത്മക സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നുണ്ട്. പ്രാരംഭ ഭാഗങ്ങളിൽ ഭാസ്കർ നടത്തിയ വഞ്ചന ഭാഗികമായി അദ്ദേഹത്തിൻ്റെ ഭാഗ്യവും ഭാഗികമായി നിരീക്ഷണത്തിൻ്റെ അഭാവവും കാരണമായി കണക്കാക്കാമെങ്കിൽ പിന്നീടുള്ള ഭാഗങ്ങൾ മികച്ച കഥ പറച്ചിലാണ്. ഒരു മിഡ് പോയിന്റ് എത്തുമ്പോൾ കഥ ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഭാസ്കർ അവൻ ഓരോ വാക്കും അർത്ഥമാക്കുന്നു. വെങ്കി അറ്റ്ലൂരി പിന്നീടുള്ള ഭാഗങ്ങളിൽ ടോപ്പ് ഗിയറിലേക്ക് മാറുകയും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ദുരൂഹമായ വഴികളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. കൂടാതെ ബാങ്ക് മാനേജർമാർ മുതൽ ചെറുകിട ബിസിനസ്സുകൾ വരെ എല്ലാവരും മനസ്സോടെയോ അറിയാതെയോ ഒരു വലിയ തട്ടിപ്പിൻ്റെ ഭാഗമാകുന്നത് എങ്ങനെയെന്നും കാണിക്കുന്നുണ്ട്. ഭാസ്കറിൻ്റെ കഥാപാത്രം ഒരു പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്നു. പാവപ്പെട്ടവനിൽ നിന്ന് സമ്പന്നതയിലേക്ക്. ഒപ്പം അവൻ്റെ അഹങ്കാരവും തുറന്നു കാട്ടുന്നുണ്ട്. സുമതി ഏറെക്കുറെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണ്. പക്ഷേ അവളുടെ പ്രതിരോധം ഭാസ്കറിനെ തൻ്റെ തെറ്റ് തിരുത്തുമോ എന്ന് ക്ലൈമാക്സ് വരെ കണ്ടു തന്നെ പറയണം. ഭാസ്കറിനെ ആത്മപരിശോധന നടത്താൻ കഥ അതിൻ്റെ ചില സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിനെ വിദഗ്ധമായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ വളരെ വലിയ കുഴപ്പത്തിൽപ്പെട്ട അയാൾക്ക് സുരക്ഷിതമായി രക്ഷപ്പെടാൻ കഴിയുമോ? അവനെ അത് അനുവദിക്കുമോ? കഥ അപൂർവമായി താൽക്കാലികമായി നിർത്തുകയും ഭാസ്കറിൻ്റെ അടുത്ത നീക്കത്തെക്കുറിച്ച് നമ്മെ ഊഹിപ്പിക്കുകയും ചെയ്യുന്നു. ദുൽഖർ ഭാസ്കറിനെ എല്ലാ ആത്മാർത്ഥതയോടെയും കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു മിഡിൽ ക്ലാസ് വ്യക്തി എന്ന നിലയിൽ പ്രിയങ്കരനാണ്. പിന്നീടുള്ള ഭാഗങ്ങളിൽ തൻ്റെ അഹങ്കാരം പുറത്തു കാണിക്കാൻ മടിക്കുന്നുമില്ല. ഭാഷ സംസാരിക്കുന്നതിലും പിന്നീടുള്ള ഭാഗങ്ങളിൽ എഴുത്ത് മെച്ചപ്പെടുത്തുന്നതിലും ദുൽഖറിന് നിയന്ത്രണമുണ്ട്. 1-2 വാക്ക് സംസാരിക്കാൻ പ്രയാസമുള്ള രംഗങ്ങളിൽ DQ അത് വികാരങ്ങളിലൂടെ അതെല്ലാം പറഞ്ഞു കൊടുക്കുകയും അനായാസമായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. മീനാക്ഷിക്ക് നന്നായി എഴുതപ്പെട്ട ഒരു ഭാഗം ലഭിക്കുകയും അവളുടെ കഥാപാത്രത്തെ ഫലപ്രദമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
രാജ്കുമാർ കാസിറെഡ്ഡി, മഗന്തി ശ്രീകാന്ത്, ഹൈപ്പർ ആദി, രാംകി, ടിന്നു ആനന്ദ്, സച്ചിൻ ഖേദേക്കർ എന്നിവർ അവരുടെ ഭാഗങ്ങൾ പര്യാപ്തമാണ്. ഗായത്രി ഭാർഗവി അവതരിപ്പിച്ച ഭാഗം ഉൾപ്പെടെ ഭാസ്കറിൻ്റെ സഹപ്രവർത്തകരിലൂടെ വരുന്ന ചെറിയ നിമിഷങ്ങൾ ഭാസ്കറിന് തൻ്റെ മാനുഷിക സ്വഭാവം എങ്ങനെ നഷ്ടപ്പെടുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു എന്നന്വേഷിക്കാൻ സഹായിക്കുന്നു. GV പ്രകാശ് കുമാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യുഗ്രനായിരുന്നു. കഥയ്ക്കിത് ജീവൻ പകരുന്നുണ്ടെങ്കിലും കുറച്ചു ഭാഗങ്ങളിൽ ഇത് കഥയെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പമാക്കുന്നുണ്ട്. ക്ലൈമാക്സിലേക്കുള്ള ഒരു വഴിത്തിരിവ് ഇതിനുദാഹരണമാണ്. ഒരു പക്ഷേ ചില വ്യക്തമല്ലാത്ത സസ്പെൻസ് നിലനിർത്താൻ സഹായിച്ചേനെ. എങ്ങനെ നിർത്തണമെന്ന് അറിയുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്കോർ ചെയ്യുകയും ചെയ്യുന്നു. ദുൽഖർ സൽമാൻ ഒരു സിനിമയുമായി വരുമ്പോഴെല്ലാം അതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടാവും. അതിനാൽ ലക്കി ഭാസ്കറുമായി ദുൽഖർ, സംവിധായകൻ വെങ്കി അറ്റ്ലൂരിയും എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ്. വെങ്കി അറ്റ്ലൂരിയുടെ മികച്ച രചനയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. വെങ്കി അറ്റ്ലൂരി ഒരുപാട് ത്രില്ലുകളും വിരോചിതമായ മുഹൂർത്തങ്ങളും ദൃഢമായ വികാരങ്ങളും കൊണ്ട് വിവരിച്ചതിനാൽ സിനിമ ഒരു ഭാഗവും തെറ്റാറില്ല. മെലോഡ്രാമ ഒന്നുമില്ല. ബാങ്കിംഗ് മേഖലയുടെ പദപ്രയോഗം ഗംഭീരമായ തിരക്കഥയിലൂടെ സാധാരണക്കാർക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പണത്തിനായി ഭാസ്കർ എങ്ങനെ പാടുപെടുന്നുവെന്നും തെറ്റായ വഴി തിരഞ്ഞെടുക്കാൻ അവനെ പ്രേരിപ്പിച്ചത് എന്താണെന്നും ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ടാണ് ഇതെല്ലാം കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഹർഷാദ് മേത്തയെയും ഓഹരി വിപണിയിലെ അദ്ദേഹത്തിൻ്റെ അഴിമതിയെയും കുറിച്ചുള്ള പരാമർശം കഥാഗതിയിൽ വളരെ മനോഹരമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കാര്യങ്ങൾ എളുപ്പമാക്കിയതിൻ്റെ ക്രെഡിറ്റ് വെങ്കി അറ്റ്ലൂരിക്ക് നൽകണം. ദുൽഖർ സൽമാൻ ഒരു ടാലൻറ്റഡ് നടനാണെന്നും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കൂടാതെ ഭാസ്കർ എന്ന കഥാപാത്രത്തെ അതിമനോഹരമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രൂപവും ശരീരഭാഷയും സിനിമയിൽ അദ്ദേഹം കാണിക്കുന്ന വീരമുഹൂർത്തങ്ങളും അതിശയിപ്പിക്കുന്നതാണ്. ദുൽഖർ ഓവറാക്കിയിട്ടില്ല. ഒപ്പം തൻ്റെ ജോലിയുമായി ചൂതാട്ടം നടത്തുകയും വലിയ പണം സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ ആകർഷകമായി തന്നെ കാണപ്പെടുന്നുണ്ട്. നമ്മൾ തന്നെ അറിയാതെ ഭാസ്കറിൻ്റെ സ്വഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇത് കാര്യങ്ങൾ വളരെ ആകർഷകമാക്കുന്നുണ്ട്. ദുൽഖറിൻ്റെ ഭാര്യയായി മീനാക്ഷി ചൗധരി തകർത്തിട്ടുണ്ട്. സായ്കുമാർ, സച്ചിൻ ഖേദേക്കർ തുടങ്ങിയവർ അവരുടെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സും വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ദുൽഖർ ചെയ്ത കൊള്ളയടിക്ക് ശരിയായ ക്ലോഷർ നൽകുകയും ഒരു വിനോദ കാഴ്ചയായി മാറ്റുകയും ചെയ്യുന്നു. മൊത്തത്തിൽ ലക്കി ഭാസ്കർ വളരെ സവിശേഷമായ പശ്ചാത്തലവും നല്ല ത്രില്ലുകളും ദുൽഖർ സൽമാൻ്റെ അതിശയകരമായ പ്രകടനവുമുള്ള ഒരു അടിപൊളി ചിത്രമാണ്. കാണിച്ച ത്രില്ലുകൾ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. പക്ഷേ സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ ആണെന്ന് തോന്നും. അല്ലാത്ത പക്ഷം ഈ വീക്കെൻഡിൽ ലക്കി ഭാസ്കർ ഒരു നല്ല ഫെസ്റ്റീവ് വാച്ചായി അവസാനിക്കുമെന്നത് ഉറപ്പാണ്. നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കാണാത്തവർ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. See you all in my next video. Bye guys.